അവതരിപ്പിക്കുന്നു സുന്നി ഓൺലൈൻ ക്ലാസ്.com. ലോക മലയാളികൾ തങ്ങളുടെ സംഗമ സ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം പ്രേക്ഷകർക്കും സുന്നി ഓൺലൈൻ റേഡിയോ പ്രേക്ഷകർക്കും KMC ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. TP ചന്ദ്രശേഖരൻ വധം രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെത്തി. VS-നോട് സർക്കാരിന് ഒരു വിരോധവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. മലപ്പുറത്ത് ഇന്നലെ രാത്രി വെട്ടേറ്റ സഹോദരങ്ങൾ മരിച്ചു. ഹസാരെ സംഘത്തിന് പ്രധാനമന്ത്രിയുടെ രൂക്ഷ വിമർശനം. കെനിയയിൽ ഹെലികോപ്റ്റർ തകർന്ന് മന്ത്രിയടക്കം 6 പേർ മരിച്ചു. TP ചന്ദ്രശേഖരൻ വധക്കേസ് ക്വട്ടേഷൻ സംഘാംഗം MC അനൂപ് പിടിയിലായി. ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് രേഖകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്ന്. വാർത്തകൾ വിശദമായി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾ സഞ്ചരിച്ച കാർ കണ്ടെത്തിയ സ്ഥലത്തിനു സമീപം രക്തം പുരണ്ട വസ്ത്രങ്ങൾ കണ്ടെത്തി. ചൊക്ലിയിലെ മാരങ്കണ്ടിയിൽ നിന്ന് കിട്ടിയ വസ്ത്രങ്ങൾ കൊലയാളികളുടേതാണെന്ന് സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ചൊക്ലിയിലെ CPM പ്രവർത്തകരായ ഷാജു, സന്തോഷ് എന്നിവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോലീസ് സംഘം പരിശോധന നടത്തിയത്. VS അച്യുതാനന്ദനോട് സർക്കാരിന് ഒരു വിരോധവുമില്ലെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. പ്രതിപക്ഷത്തിന് വിരോധമുണ്ടാകാതിരുന്നാൽ മതി, ആർക്കെതിരെയും കള്ളക്കേസെടുക്കുക സർക്കാരിന്റെ നയമല്ലെന്നും ആഭ്യന്തരമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. VS-നും കുടുംബത്തിനുമെതിരെ സന്തോഷ് മാധവൻ ഉൾപ്പെടെ കള്ളക്കേസുകൾ കൊണ്ടുവരുന്നുവെന്ന AK ബാലന്റെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം അരീക്കോട് കുനിയിൽ ഇന്നലെ രാത്രി വെട്ടേറ്റ കൊലക്കേസ് പ്രതികളായ സഹോദരങ്ങൾ മരിച്ചു. കൊളക്കാടൻ ആസാദ്, അബൂബക്കർ എന്നിവരാണ് മരിച്ചത്. ഇരുവരും അരീക്കോട്ട് ഫുട്ബോൾ ടൂർണമെന്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട കത്തിക്കുത്തിൽ അത്തിഖ് റഹ്മാൻ എന്ന യുവാവ് കൊല്ലപ്പെട്ട കേസിലെ പ്രതികളാണ്. കഴിഞ്ഞ ജനുവരിയിലായിരുന്നു സംഭവം. കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിൽ ഹെലികോപ്റ്റർ തകർന്നു വീണ് മന്ത്രിയും സഹമന്ത്രിയും ഉൾപ്പെടെ 4 പേർ മരിച്ചു. കെനിയൻ ആഭ്യന്തര സുരക്ഷാകാര്യമന്ത്രി ജോർജ് സൈറ്റോഡിയും സഹമന്ത്രി ഓർവ ഒജോഡയുമാണ് മരിച്ചത്. ഇന്നലെ രാവിലെയായിരുന്നു അപകടം. ഗോങ്ങ ടൗൺ വനമേഖലയിൽ വെച്ചാണ് ഹെലികോപ്റ്റർ തകർന്ന് അപകടത്തിൽപ്പെട്ടത്. മുൻ വൈസ് പ്രസിഡന്റായിരുന്ന ജോർജ് വരാനിരിക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുകയായിരുന്നു. മഅ്ദിൻ അക്കാദമിക്കു കീഴിലുള്ള വിദ്യാഭ്യാസ വിനിമയ പരിപാടിയുടെ ഭാഗമായി ഓസ്ട്രേലിയയിലെത്തിയ സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരിക്ക് ഊഷ്മള വരവേൽപ്പാണ് ഓസ്ട്രേലിയയിൽ നൽകിയത്. ബ്രിസ്ബൺ എയർപോർട്ടിലെ സ്വീകരണത്തിനു പുറമെ വിവിധ ഓസ്ട്രേലിയൻ സംഘടനകളും സ്ഥാപനങ്ങളും അദ്ദേഹത്തിനു ആദരം നൽകി. യൂണിവേഴ്സിറ്റി ഓഫ് സദേൺ ക്യൂൻസ്ലാൻഡ്, ഗ്രിഫ്റ്റ് യൂണിവേഴ്സിറ്റി, മെൽബൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, ലാത്രോബ് യൂണിവേഴ്സിറ്റി, സിഡ്നി യൂണിവേഴ്സിറ്റി എന്നിവയുമായുള്ള സഹകരണ ചർച്ചകൾക്കും വിവിധ സാങ്കേതിക സ്ഥാപനങ്ങൾ സന്ദർശിക്കുന്നതിനുമായാണ് ഖലീൽ തങ്ങൾ ഓസ്ട്രേലിയയിലെത്തിയത്. സാങ്കേതിക രംഗത്തെ പഠനത്തിനായി വിദേശ യൂണിവേഴ്സിറ്റികളുടെ സഹകരണത്തോടെ ആരംഭിക്കുന്ന ടെക്നോറിയം പാർക്കിന് ഇവയുടെ പിന്തുണ ഉറപ്പാക്കും. ഹസാരെ സംഘത്തിന്റെ അഴിമതി വിരുദ്ധ പോരാട്ടം വ്യക്തി താൽപര്യം സംരക്ഷിക്കാനുള്ളതാണെന്ന് കേന്ദ്ര സർക്കാർ. ഹസാരെ സംഘത്തിന്റെ ആവശ്യം തള്ളി പ്രധാനമന്ത്രി മറുപടി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് സംഘത്തിനെതിരെ കേന്ദ്ര നിയമമന്ത്രി സൽമാൻ ഖുർഷിദ് രൂക്ഷ വിമർശനം നടത്തിയത്. ഹസാരെ സംഘാംഗമായ കിരൺ ബേദി പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെതിരെ വീണ്ടും രംഗത്തുവന്ന സാഹചര്യത്തിലാണ് സൽമാൻ ഖുർഷിദ് രംഗത്തെത്തിയത്. അഴിമതിക്കെതിരെ കുരിശുയുദ്ധം പ്രഖ്യാപിച്ച ഹസാരെ സംഘം ഉത്തരം നൽകേണ്ട നിരവധി ചോദ്യങ്ങളുണ്ടെന്നും സൽമാൻ ഖുർഷിദ് പറഞ്ഞു. കാരശ്ശേരി മുക്കം പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന മുക്കം കടവിൽ പുതിയ പാലത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് നാട്ടുകാർ.
മഴക്കാലം ആരംഭിച്ചതോടെ പ്രദേശത്തെ യാത്രാ ദുരിതം രൂക്ഷമാവുകയാണ്. കാലവർഷം സജീവമാകുന്നതോടെ ഇരുവഞ്ഞിപ്പുഴ നിറഞ്ഞൊഴുകും. കൈവരിയില്ലാത്ത പഴയ പാലത്തിനു മീതെ വെള്ളം കുത്തിയൊഴുകുന്നതോടെ യാത്രാ ദുരിതവും തുടങ്ങുകയായി. ജീവൻ പണയം വെച്ച് വേണം പിന്നെയുള്ള യാത്ര. നൂറുകണക്കിന് സ്കൂൾ വിദ്യാർത്ഥികൾക്കും മുക്കം കടവ് കടക്കണം. കൈവരിയില്ലാത്ത പാലത്തിന് മീതെയുള്ള കുരുന്നുകളുടെ യാത്ര പരീക്ഷണമാണ്. പാലം പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട് കാലങ്ങളായി നാട്ടുകാർ പ്രക്ഷോഭരംഗത്തുണ്ട്. കടവിൽ പുതിയ പാലം യാഥാർത്ഥ്യമാക്കാനുള്ള പരിശ്രമത്തിലാണ് പ്രാദേശിക ഭരണകൂടവും സ്ഥലം MLAയും. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. www.sunniOnlineClass.com ലോക മലയാളികൾ തങ്ങളുടെ സംഗമസ്ഥാനമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഈ വെബ്സൈറ്റാണ്. നിങ്ങളോ? സമസ്ത കേരള സുന്നി ജമിയത്തുൽ ഉലമയുടെ നേതൃത്വം അംഗീകരിച്ച് ഓൺലൈൻ രംഗത്ത് ഇസ്ലാമിക ദഅ്വാ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആദ്യമായി രൂപം കൊണ്ട സംരംഭമാണ് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം. ഖുർആൻ, ഹദീസ്, വിശ്വാസം, കർമ്മശാസ്ത്രം, ആത്മസംസ്കരണം, വാർത്തകൾ, ഇസ്ലാമിക കലാസാഹിത്യം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ഇന്ത്യ, UAE, ഒമാൻ, സൗദി അറേബ്യ, ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, അമേരിക്ക, UK, ഈജിപ്ത്, ഓസ്ട്രേലിയ, സുഡാൻ, ജപ്പാൻ, ചൈന, മലേഷ്യ, സിംഗപ്പൂർ, വിവിധ രാഷ്ട്രങ്ങളിൽ നിന്നും ആകർഷകമായ പ്രോഗ്രാമുകൾ, പ്രശസ്ത സുന്നി പണ്ഡിതരുടെയും വിദഗ്ധരുടെയും വാർത്തകൾ തുടരുന്നു. പഠന ക്ലാസുകൾ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊട്ടേഷൻ സംഘാംഗം ചെണ്ടയാട് കല്ലുവളപ്പിൽ MC അനൂപ് പിടിയിലായി. ബാംഗ്ലൂരിൽ നിന്നാണ് ഇയാളെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തത്. TP വധക്കേസിൽ ഉൾപ്പെട്ട 7 അംഗ കൊലയാളി സംഘത്തിൽ ഇതിനകം പിടിയിലായത് 3 പേരാണ്. പിടിയിലായ TK രജീഷിൽ നിന്ന് ലഭിച്ച സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് MC അനൂപിനെ ബാംഗ്ലൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. കൊട്ടേഷൻ സംഘം സഞ്ചരിച്ചിരുന്ന ഇന്നോവ കാർ ഓടിച്ചിരുന്നത് ഇടംകയ്യനായ അനൂപാണ്. രജീഷിന്റെ നിർദ്ദേശപ്രകാരം ചന്ദ്രശേഖരന്റെ ബൈക്ക് താൻ ഇടിച്ചിടുകയായിരുന്നുവെന്നും ഇതിനുശേഷം കാർ നിർത്തി താനും ഇറങ്ങി TPയെ വെട്ടിയെന്ന് അനൂപ് അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിട്ടുണ്ട്. ചൊക്ലിയിലെത്തി കാർ ഉപേക്ഷിച്ച് കൂത്തുപറമ്പിലേക്ക് രക്ഷപ്പെട്ടു. പിന്നീട് TK രജീഷിനൊപ്പം ബാംഗ്ലൂർ, മൈസൂർ വഴി മുംബൈക്ക് കടന്നു. ഇരുവരുടെയും ഒളിത്താവളത്തെക്കുറിച്ച് അന്വേഷണ സംഘത്തിന് സൂചന ലഭിച്ചത് അറിഞ്ഞതിനെ തുടർന്നാണ് ഇരുവരും മുംബൈയിൽ വെച്ച് വഴി പിരിയുന്നത്. അനൂപിന് അഭയം നൽകാൻ സാധ്യതയുള്ളവരുടെ പേരുകൾ TK രജീഷ് നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ബാംഗ്ലൂരിൽ നിന്ന് അനൂപിനെ പിടികൂടുന്നത്. AIG അനൂപ് കുരുവിള ജോണിന്റെ നേതൃത്വത്തിലുള്ള 15 അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് അനൂപിനെയും TK രജീഷിനെയും പിടികൂടിയത്. അനൂപിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവശേഷിക്കുന്ന കൊലയാളി സംഘാംഗങ്ങളെക്കുറിച്ച് വിവരം ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. 2009 കുന്നോത്തുപറമ്പിൽ RSS പ്രവർത്തകനായ രാജേഷിനെ വെട്ടിക്കൊന്ന കേസിൽ പ്രതിയാണ് അനൂപ്. നേരത്തെ RSSകാരനായിരുന്ന അനൂപ് പിന്നീട് CPMൽ ചേരുകയായിരുന്നു. കേരളത്തിലെ പാർട്ടി നേതൃത്വം ഉടച്ചുവാർക്കുകയല്ലാതെ കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നിൽ നിർവാഹമൊന്നുമില്ലെന്ന് VS അച്യുതാനന്ദൻ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തുറന്നടിച്ചു. ഇപ്പോഴത്തെ നേതൃത്വം പാർട്ടിയെ വലതുപക്ഷത്തേക്ക് അടുപ്പിക്കുകയാണ്. VSന്റെ ഈ നിലപാടിനെ തുടർന്നാണ് വിശദമായ അന്വേഷണത്തിന് ശേഷം മതി നടപടികളെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിച്ചത്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടവർ പാസ്പോർട്ടും മറ്റ് രേഖകളും സമർപ്പിക്കേണ്ട അവസാന ദിനം ഇന്നാണ്. പാസ്പോർട്ടിന് പുറമെ 1ാം ഗഡുവായി 51,000 രൂപ ബാങ്കിലടച്ചതിന്റെ പേ ഇൻ സ്ലിപ്പും കരിപ്പൂരിലെ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ ലഭിച്ചിരിക്കണം. കഴിഞ്ഞ മാസം 14 നടന്ന നറുക്കെടുപ്പിൽ 6,487 പേരെ തിരഞ്ഞെടുത്തിരുന്നു. ഇവർക്ക് പുറമെ കഴിഞ്ഞ ആഴ്ച അധികമായി ലഭിച്ച 1,031 സീറ്റിലേക്ക് കൂടി റിസർവ് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് ഹാജിമാരെ തിരഞ്ഞെടുത്തിട്ടുണ്ട്. എന്നാൽ ഇവർ പാസ്പോർട്ടുകളും മറ്റും സമർപ്പിക്കേണ്ട തീയതി പിന്നീട് അറിയിക്കും. നേരത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവർ 2ാം ഗഡുവായി മുഴുവൻ പണവും അടയ്ക്കേണ്ട അവസാന തീയതി ജൂലൈ 19 ആണ്. 2ാം ഗഡുവായി അടയ്ക്കേണ്ട തുക എത്രയെന്ന് പിന്നീട് അറിയിക്കും. അതേസമയം പ്രവാസികളായ ഹാജിമാർക്ക് പാസ്പോർട്ട് സമർപ്പിക്കാൻ സെപ്റ്റംബർ 10 വരെ സാവകാശം അനുവദിച്ചിട്ടുണ്ട്. എന്നാൽ ഇവർ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് സമർപ്പിച്ച അപേക്ഷയുടെ പകർപ്പ്, പാസ്പോർട്ടിന്റെ പകർപ്പ്, തൊഴിൽദാതാവിന്റെ സത്യവാങ്മൂലം, പണമടച്ച രേഖ എന്നിവ ഇന്നുതന്നെ കരിപ്പൂർ ഹജ്ജ് കമ്മിറ്റി ഓഫീസിൽ എത്തിക്കണം.
സംസ്ഥാനത്ത് നിന്ന് ഇതുവരെ 7518 പേർക്കാണ് ഹജ്ജിന് അവസരം ലഭിച്ചത്. കൂടുതൽ ക്വാട്ട ലഭിച്ചെങ്കിൽ മാത്രമേ റിസർവ് കാറ്റഗറിയിൽപ്പെട്ട മുഴുവൻ പേർക്കും ഹജ്ജിന് അവസരം ലഭിക്കുകയുള്ളൂ. റിസർവ് കാറ്റഗറിയിലെ 589 പേർ ഇപ്പോഴും അവസരം ലഭിക്കാതെ പുറത്തു തന്നെയാണ്. ഈ വർഷം 26 കുട്ടികൾ ഉൾപ്പെടെ 49,429 പേരാണ് ഹജ്ജിന് അപേക്ഷിച്ചിരുന്നത്. റിസർവ് വെയിറ്റിംഗ് ലിസ്റ്റിന് പുറത്തുള്ളവരെല്ലാം ജനറൽ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം സെപ്റ്റംബർ 17-നായിരിക്കും. ഇത് കേരളത്തിൽ നിന്നാകാനാണ് സാധ്യത. യുവപണ്ഡിതനും മഞ്ഞനാടി അൽമദീന ദഅവാ കോളേജ് മുദരിസും ഖതീബുമായിരുന്ന BH ഇസ്മായിൽ സഖാഫി കക്കിഞ്ച നിര്യാതനായി. 32 വയസ്സായിരുന്നു. വൃക്ക തകരാർ മൂലം ചികിത്സയിലായിരുന്നു അദ്ദേഹം. രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അന്ത്യം. പരേതനായ അഹമ്മദ് കുഞ്ഞിയുടെ മകനാണ് അദ്ദേഹം. ഇനി സംഘടനാ വാർത്തകൾ. SYS കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരോഗ്യ ബോധവൽക്കരണത്തോടനുബന്ധിച്ച് നാടെങ്ങും ഇന്നലെ ശുചിത്വ ദിനമായി ആചരിച്ചു. ശുചീകരണ പ്രവർത്തനത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ മുരളീധരൻ നമ്പൂതിരി നിർവഹിച്ചു. മെഡിക്കൽ കോളേജ്, ബീച്ച് ആശുപത്രി, കോട്ടപ്പറമ്പ് ആശുപത്രി എന്നിവിടങ്ങളിൽ സഹായി വാദി സലാം വളണ്ടിയർമാരും SYS പ്രവർത്തകരും ശുചീകരിച്ചു. മെഡിക്കൽ കോളേജ് ഡോക്ടർ അനിൻ, ഹെൽത്ത് സൂപ്പർവൈസർ കുട്ടൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ അലക്സ്, ദിലീഷ്, സഹായി വാദിസലാം പ്രസിഡന്റ് K അബ്ദുള്ള സാദി ചെറുവാടി, സെക്രട്ടറി നാസർ ചെറുവാടി, SYS ജില്ലാ പ്രസിഡന്റ് ബഷീർ മുസ്ലിയാർ ചെറുപ്പ, മുഹമ്മദ് അബ്ദുറഹ്മാൻ മാസ്റ്റർ, സുബൈർ ഉമ്മളത്തൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. സഅദിയയിൽ ഖത്മുൽ ബുഖാരിയും പണ്ഡിത സംഗമവും ഈ മാസം 13-ന് നടത്തും. ജാമിയ സഅദിയ അറബിയയിൽ ഈ വർഷത്തെ ഖത്മുൽ ബുഖാരിയും പ്രത്യേക പ്രാർത്ഥനാ സംഗമവും പണ്ഡിത സദസ്സും ഈ മാസം 13-ന് നടത്താൻ സഅദിയ കമ്മിറ്റി തീരുമാനിച്ചു. രാവിലെ 10 മണിക്ക് ജലാലിയ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പരിപാടിയിൽ നൂറുൽ ഉലമ MA അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. സയ്യിദ് KS ആറ്റക്കോയ തങ്ങൾ കുമ്പോൾ, സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ പൊസോട്ട് തുടങ്ങി നിരവധി പണ്ഡിതന്മാരും സാദാത്യങ്ങളും സംബന്ധിക്കും. ആത്മീയതയും ത്വരീഖത്തും എന്ന വിഷയത്തിൽ സമസ്ത കേന്ദ്ര മുശാവറ അംഗവും സഅദിയ ദഅവാ കോളേജ് പ്രിൻസിപ്പളുമായ മുഹമ്മദ് അലി സഖാഫി തൃക്കരിപ്പൂർ പ്രത്യേക ക്ലാസ് എടുക്കും. മർക്കസ് ശരീഅത്ത് കോളേജ് കർണാടക വിദ്യാർത്ഥി സംഘടന KSO പ്രസിദ്ധീകരിച്ച ക്രാന്തി പുരുഷ കാന്തപുരം, അതായത് വിപ്ലവം സൃഷ്ടിച്ച കാന്തപുരം എന്ന പുസ്തകം സയ്യിദ് സൈനുൽ ആബിദീൻ ബാഫക്കി തങ്ങൾക്ക് ആദ്യ കോപ്പി നൽകി സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രകാശനം ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയിലാണ് പ്രകാശന കർമ്മം നടന്നത്. സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. മഞ്ചേരി മുഹീസുന്ന അസോസിയേഷനുമായി അഫിലിയേറ്റ് ചെയ്ത ദർസ്, ശരീഅത്ത്, ദഅവാ കോളേജുകളിലെ വിദ്യാർത്ഥികളുടെ കലാവാസനകൾ പരിപോഷിപ്പിക്കുന്നതിനായി മഞ്ചേരി ജാമിയ ഹിക്കമിയയിൽ സംഘടിപ്പിച്ച മുഹീസുന്ന മുസാബക്ക സമാപിച്ചു. 20 ഇനങ്ങളിൽ 500ഓളം പ്രതിഭകൾ മാറ്റുരച്ച ദ്വിദിന മുസാബക്കയിൽ ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി മഞ്ചേരി ജാമിയ ഹിക്കമിയ 1ാം സ്ഥാനം നേടി. ഗൂഡല്ലൂർ പാടന്തറ മർക്കസ് 2ാം സ്ഥാനവും പൊന്മള മുഹീസുന്ന ദർസ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സംഗമത്തിൽ ചെയർമാൻ അലവി സഖാഫി കൊളത്തൂർ അധ്യക്ഷത വഹിച്ചു. ഉമർ ബാഖവി കുരിയാട് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കുള്ള നസീഹത്ത് പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ അവതരിപ്പിച്ചു. ഇന്ന് KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ തുർക്കിയിൽ നിന്നും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി ഇന്നലെ നടത്തിയ അഭിമുഖത്തിന്റെ പുനഃസംപ്രേഷണം ശ്രവിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാന്തപുരം ഉസ്താദ് കേൾക്കുന്നുണ്ടല്ലേ? KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിലേക്ക് സ്വാഗതം. തുർക്കിയിലാണല്ലോ അങ്ങുള്ളത്. ഇപ്പൊ തുർക്കിയിലെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? എന്താവശ്യത്തിന് വേണ്ടിയാണ് തുർക്കിയിലേക്ക് പോയിട്ടുള്ളത്? അവിടുത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? അൽഹംദുലില്ലാഹ്, തുർക്കി പണ്ട് ഇസ്ലാമിക രാഷ്ട്രമായിരുന്നു. ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് 90% നടക്കുന്ന വലിയൊരു അറിയപ്പെട്ട നാടായിരുന്നു.
അതിനുശേഷം കമാൽ പാഷ അത്താതുർക്കി വന്നതിന് ശേഷം പരിശുദ്ധ ഖുർആൻ കരിക്കുകയും പള്ളികൾ മുഴുവനും അടച്ചുപൂട്ടുകയും ചെയ്തിരുന്നു. ഉലമാക്കളെ ധാരാളമായി കൊലപ്പെടുത്തിയിരുന്നു. ഖുർആൻ കാണാൻ പാടുണ്ടായിരുന്നില്ല. ആ അവസ്ഥയിലേക്ക് ഈ നാടിനെ എത്തിക്കുകയും അതിനുശേഷം അൽഹംദുലില്ലാഹ് അദ്ദേഹത്തിന്റെ മരണശേഷം വീണ്ടും ഇസ്ലാം മതം കൂടുതൽ ഈ നാട്ടിൽ പ്രചരിക്കുകയും ഒരുപാട് ഫത്ഹ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിന് പ്രധാനമായ ഒരു കാരണം ഉലമാക്കളിൽ അന്നും എതിർത്തു നിന്ന മഹാപണ്ഡിതനും വലിയും ആയിരുന്ന ബദിഉൽ സമാൻ സയ്യിദ് നൗസി എന്ന പണ്ഡിതനായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായി ലക്ഷക്കണക്കിന് ആളുകൾ തുർക്കിയിൽ ഉണ്ട്. റിസാലത്തുൻ നൂർ എന്നാണ് അവരുടെ സംഘടനക്ക് തന്നെ പേര്. അങ്ങനെ പേര് വരാൻ കാരണം അദ്ദേഹം ജയിലിൽ വെച്ചും പുറത്തു വെച്ചും ധാരാളം റിസാലകൾ എഴുതിയിട്ടുണ്ട്. അത് മിക്കവാറും അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചും ഉണ്ട്. അതിൽ തൗഹീദ് മുഴുവൻ കാര്യങ്ങളും വിശദമായി അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദ വിവരിക്കുകയും പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആൻ നിലനിർത്തേണ്ടുന്ന എല്ലാ ആവശ്യകതകളും ഖുർആനിന്റെ വജിദത്തുകളും വളരെ വിശദമായി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിന്റെ പ്രചാരകരായി ശിഷ്യന്മാർ ഇവിടെ ഇപ്പോഴും ഉണ്ട്. ആ സംഘടനയാണ് ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചിട്ടുള്ളത്. അവർ മർക്കസ് സഖാഫത്ത് ശനിയിൽ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു ഒരു സംഘം. അവിടെ വെച്ച് വലിയ ഒരു സെമിനാർ നടത്തുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. കൂടാതെ മസ്ജിദുൽ ആസാറിന്റെ തറക്കല്ലിടൽ കർമ്മത്തിൽ ആ നിവേദക സംഘത്തിന്റെ പ്രധാന വ്യക്തികളായ പണ്ഡിതന്മാർ സംബന്ധിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ആണ് അവർ ഞങ്ങളെ ഇങ്ങോട്ട് ക്ഷണിച്ചത്. ഇവിടെ അവർ എല്ലാ സ്ഥലത്തും പ്രത്യേകം മജ്‌ലിസുകൾ ഏർപ്പെടുത്തുകയും വലിയ പൗരമുഖ്യന്മാരായ ഉദ്യോഗസ്ഥന്മാരെയും എഞ്ചിനീയർമാരെയും മറ്റ് വലിയ വലിയ പ്രൊഫസർമാരെയും എല്ലാം ഒരുമിച്ച് കൂട്ടി ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇംഗ്ലീഷ് അറിയുന്നവർ പകുതി ഭാഗം മാത്രമാണ് ഇവിടെ ഉള്ളത്. അറബി അറിയുന്നവരും കുറച്ചൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇംഗ്ലീഷിലോ അറബിയിലോ മാത്രം സംസാരിച്ചാൽ മതിയാകാത്തത് കൊണ്ട് എല്ലാ സദസ്സിലും പരിഭാഷകനായി അറബി ഭാഷ പരിഭാഷപ്പെടുത്തുന്ന ഒരു പണ്ഡിതനെ അവർ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. ഞങ്ങളോടുകൂടി അദ്ദേഹം ഇപ്പോൾ ഇസ്തംബൂളിൽ നിന്നും ഇന്നലെ പുറപ്പെട്ട് 1.5 മണിക്കൂർ പ്ലെയിൻ യാത്ര ചെയ്ത് മറ്റൊരു സ്ഥലത്ത് വാഹി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെയെല്ലാം ഇസ്ലാമിന്റെ ഷിയാർ അൽഹംദുലില്ലാഹ് നന്നായി നടക്കുന്നുണ്ട്. സുന്നി പ്രാസ്ഥാനിക രംഗത്ത് ഇസ്ലാമിക പ്രബോധന മേഖലയിൽ നൂറ്റാണ്ടുകാലം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പണ്ഡിത തേജസ്സാണ് നമ്മോട് വിടവാങ്ങിയ PMK ഫൈസി. അങ്ങയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന PMK ഫൈസിയെ കുറിച്ച് ഏതാനും വാക്കുകൾ. അതെ, അതിൽ സംശയം ഇല്ല. നല്ല ഒരു എഴുത്തുകാരനും ചുരുങ്ങിയ വാചകത്തിലൂടെ കൂടുതൽ അർത്ഥങ്ങൾ അതിലെത്തിക്കുന്ന ലേഖകനും എഴുത്തുകാരനുമായിരുന്നു. സംഘാടകനും ആണെന്നത് സംഘടനാ ശൈലിയിലും രൂപത്തിലും
പലപ്പോഴും പലരും പല രീതിയിലായിരിക്കാം. ആ നിലക്ക് ഒരു രീതി മറ്റൊരാൾക്ക് സന്തോഷമായി തോന്നിയിട്ടുണ്ടാവാം, മറ്റു ചിലർക്ക് സന്തോഷമാവാതെയും വരാം. അത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. എന്നല്ലാതെ അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ആർക്കും യാതൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ശ്രമഫലമായി ധാരാളം ആളുകൾ ഇസ്ലാമിനെ പരിചയപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് അവർ ചില പ്രത്യേകമായ കഴിവുകളും ഉണ്ടായിരുന്നു. ഫറൂഖിൽ ഇന്ന് സ്ഥിതി ചെയ്യുന്ന ക്രിസന്റ് ഹോസ്പിറ്റൽ, അതിന്റെ ഉത്ഭവവും തുടക്കവും അദ്ദേഹത്തിന്റെ ശ്രമഫലമാണ്. ഇന്ന് വളർന്ന് വലുതായി ഡോക്ടർമാർ പലരും നടത്തുന്നുവെങ്കിലും അദ്ദേഹത്തിന്റെ ശ്രമഫലമായി തന്നെയാണ് ഈ ഹോസ്പിറ്റൽ ഉണ്ടായിട്ടുള്ളത്. അല്ലാഹു അദ്ദേഹത്തിന് മൗഫിറത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ കാര്യം പറയുമ്പോൾ കൂടുതൽ പറയാൻ കഴിയാത്ത ഒരു അവസ്ഥയുണ്ട്. കാരണം അദ്ദേഹം മരിക്കുന്നതിന്റെ തലേ ദിവസം മർക്കസ് വന്ന് ഞാനുമായി ഒരുപാട് സംസാരിച്ച ശേഷം അവസാനമായി പറഞ്ഞത്, എനിക്ക് ഒരു മകളെ വിവാഹം ചെയ്തു കൊടുക്കാനുണ്ട്. ആ മകൾക്ക് നല്ല ഒരു അനുയോജ്യമായ ഭർത്താവിനെ ലഭിക്കാനും ആ ഭർത്താവിന്റെ കൂടെ വിവാഹം ചെയ്ത് അയച്ചു കൊടുക്കുന്ന കാര്യങ്ങൾ എളുപ്പമാവാനും അല്ലാഹുവിനോട് പ്രത്യേകമായി പ്രാർത്ഥിക്കണം എന്നായിരുന്നു. ഇത് പറഞ്ഞു പോയിട്ട് 12 മണിക്കൂർ കഴിയുന്നതിനും 14 മണിക്കൂർ കഴിയുമ്പോഴാണ് അദ്ദേഹത്തിന്റെ അപകട വാർത്ത ഞങ്ങൾ അറിയുന്നത്. അദ്ദേഹത്തിന് യാതൊരു അസുഖവും കാര്യമായി ഉണ്ടായിരുന്നില്ല. ഹാർട്ടിന്റെ ചെറിയ അസുഖമുണ്ടെങ്കിലും അതെല്ലാം സുഖപ്പെട്ട അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഈ മകളുടെ വിവാഹ കാര്യം പ്രത്യേകമായി എടുത്ത് അദ്ദേഹം പറയുകയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വസീയത്ത് ചെയ്യുകയും ആയിരുന്നു. ഇത് ഓർക്കുമ്പോൾ എനിക്ക് വളരെ കൂടുതൽ വേദന വരികയാണ്. പക്ഷെ അള്ളാഹുവിന്റെ സാധിക്കായ അള്ളാഹുവിന് മാറ്റം ചെയ്യാൻ ആർക്കും സാധിക്കുകയില്ലല്ലോ. അള്ളാഹു അദ്ദേഹത്തിന്റെ മൗഫിറത്ത് നൽകട്ടെ, അദ്ദേഹത്തിന്റെ കബറും സ്വർഗ്ഗവും കാത്തു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ ആ മകളെ നല്ല ഒരു ഭർത്താവിന് കൂടെ അയച്ചു കൊടുക്കുന്നതിൽ സഹായിക്കാനും സഹകരിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുകയാണ്. ഏത് സൂഫി ഹാജി? ബഹ്റൈനിലുള്ള സൂഫി ഹാജിയുടെ ഭാര്യ മരണപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു അവർക്ക് മൗഫിറത്തുകൾ കേട്ടെ. ഇതുപോലെ ഒന്നിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു മൗഫിറത്ത് നൽകി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശഫാഅത്തും ഖൗമുൽ കൗസറും അവർക്ക് നമുക്കും അല്ലാഹു നൽകട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു അവന്റെ പൊരുത്തത്തിനായി ഹയാത്ത് നേട്ടിത്തരികയും ദീനിന് ഖിദ്മത്ത് ചെയ്യാനുള്ള
തൗഫീഖും ഇസ്സത്തും അല്ലാഹു ഏറ്റിയെടുത്ത് ചെയ്യുമാറാകട്ടെ. ആമീൻ. വിദേശത്ത് നമ്മുടെ നാട്ടിലുള്ള പ്രവർത്തനത്തോട് സഹകരിച്ചുകൊണ്ട് അധ്വാനിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട്. സൗദിയിലും കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, ഇമാറാത്ത്, ഒമാൻ തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും, മലേഷ്യ, സിംഗപ്പൂർ, ഇന്ത്യയുടെ പുറത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ പറയാം, നമ്മുടെ സേവനത്തിന് സഹായിക്കുന്നവരും അവർക്കെല്ലാം ഒന്നാണ് എല്ലാവരുടെ ഹൈറും ബർക്കത്തും ചെയ്യുമാറാകട്ടെ എന്ന് ആമീൻ. ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുന്നു, ഇനിയും പ്രാർത്ഥിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നന്ദി KMIC ന്യൂസ് ടൈമിന് വേണ്ടി അങ്ങയുടെ വിലപ്പെട്ട സമയം കണ്ടെത്തിയതിന്. KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്കിൽ ഇന്നലെ തുർക്കിയിൽ നിന്നും കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുമായി നടത്തിയ KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക് നടത്തിയ അഭിമുഖത്തിന്റെ പുനഃസംപ്രേഷണമാണ് നിങ്ങൾ ശ്രവിച്ചത്. ഇനി വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി, K മുരളീധരൻ, മന്ത്രി ആര്യാടൻ മുഹമ്മദ്, 5ാം മന്ത്രി മഞ്ഞളാംകുഴി അലി, MP അബ്ദുസമദ് സമദാനി തുടങ്ങിയവർ സംബന്ധിക്കും. ഇനി ഇന്നത്തെ പത്രവിശേഷങ്ങൾ. VS-നെതിരെ നടപടിയില്ല എന്ന വാർത്തയാണ് ഇന്ന് കേരളത്തിലിറങ്ങിയ സിറാജ് ദിനപത്രം ഏറ്റവും മുകളിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിരപ്പിള്ളി അനുമതി റദ്ദാക്കിയത് പുനഃപരിശോധിക്കണമെന്ന് കേരളം എന്ന വാർത്തയാണ് ഏറ്റവും പ്രധാന വാർത്തയായി സിറാജ് ദിനപത്രം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും പരിസ്ഥിതി മന്ത്രാലയത്തിനും കത്തയച്ചു എന്ന വാർത്തയും സിറാജ് ദിനപത്രം ആദ്യ പേജിൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. കണ്ണൂരിൽ കൊല ചെയ്യപ്പെട്ട ഷുക്കൂർ വധം TV രാജേഷിനെയും P ജയരാജനെയും ചോദ്യം ചെയ്യും എന്ന വാർത്ത സിറാജ് ദിനപത്രത്തിന്റെ ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പ് കോൺഗ്രസ് സമവായത്തിന് CPM കോൺഗ്രസ് ഇതര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കും എന്ന മറ്റൊരു വാർത്തയും സിറാജ് റിപ്പോർട്ട് ചെയ്യുന്നു. സിറാജ് ദിനപത്രത്തിന്റെ ലേഖന പേജിൽ പറ്റിക്കാം പക്ഷേ നാറ്റിക്കാനാകില്ല എന്ന് ജംഷി എഴുതിയ ഒരു ലേഖനം കാണാം. IPL-ന്റെ ഇപ്പോൾ ലഹരിമൂത്ത IPL-നെതിരായിട്ടുള്ള ഒരു ലേഖനമാണ് സിറാജ് ദിനപത്രത്തിന്റെ ലേഖന പേജിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ലെനിന്റെ ഭൗതിക ശരീരം റഷ്യ സംസ്കരിക്കാനൊരുങ്ങുന്നു എന്ന മറ്റൊരു വാർത്ത സിറാജ് ദിനപത്രം റിപ്പോർട്ട് ചെയ്യുന്നു. വർഷങ്ങളായി റഷ്യയിൽ സൂക്ഷിച്ചു വരുന്ന ലെനിന്റെ ഭൗതിക ശരീരം റഷ്യ സംസ്കരിക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയാണ് സോവിയറ്റ് യൂണിയൻ സ്ഥാപകൻ വ്ളാദിമിർ ലെനിന്റെ ഭൗതിക ശരീരം 88 വർഷങ്ങൾക്കിപ്പുറം റഷ്യ സംസ്കരിക്കാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ട്. ഇതു സംബന്ധിച്ച ചർച്ച സർക്കാർ തലത്തിൽ ആരംഭിച്ചതായി ഡെയിലി മെയിൽ പത്രം റിപ്പോർട്ട് ചെയ്തു. 1924-ൽ 53-ാം വയസ്സിൽ അന്തരിച്ചതിനു ശേഷം മോസ്കോയിലെ റെഡ് സ്ക്വയറിലുള്ള മ്യൂസിയത്തിൽ പൊതുദർശനത്തിന് സൂക്ഷിച്ചിരിക്കുകയാണ് ലെനിന്റെ ഭൗതിക ശരീരം. മുമ്പുണ്ടായിരുന്ന സർക്കാരുകളും ഭൗതിക ശരീരം സംസ്കരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളുമായി മുന്നോട്ടു പോയിരുന്നെങ്കിലും പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. പുതിയ സാംസ്കാരിക വകുപ്പ് മന്ത്രിയും പ്രസിഡന്റ് പുടിന്റെ അടുത്ത അനുയായിയുമായ വ്ളാദിമിർ മെദിൻസ്കിയാണ് വിപ്ലവ നായകന്റെ ഭൗതിക ശരീരം അദ്ദേഹം ആഗ്രഹിച്ച രീതിയിൽ അടക്കം ചെയ്യണമെന്ന് സർക്കാരിന് മുന്നിൽ ഇപ്പോൾ നിർദ്ദേശം വച്ചിരിക്കുന്നത്. ഈ വാർത്ത സിറാജ് ദിനപത്രമാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. സിറാജ് ദിനപത്രത്തിന്റെ അവസാന പേജിൽ തുർക്കിയിലെ വ്യവസായ നഗരമായ ഗസ്യന്ദീപിൽ മുസ്ലിം സംഘടനാ നേതാക്കളും വ്യവസായ പ്രമുഖരും ഏർപ്പെടുത്തിയ സ്വീകരണ സമ്മേളനത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംസാരിക്കുന്ന ഒരു ഫോട്ടോയാണ് സിറാജ് ദിനപത്രത്തിന്റെ അവസാനം ഏറ്റവും മുകളിലായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. കാന്തപുരം ഉസ്താദ് സന്ദർശനത്തിനു വേണ്ടി ഇപ്പോഴും തുർക്കിയിലാണ് ഉള്ളത്. ഇന്ന് കേരളത്തിലിറങ്ങിയ മാതൃഭൂമി ദിനപത്രം P ജയരാജനും TV രാജേഷിനും ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചു എന്ന വാർത്തയാണ്. ഷുക്കൂർ വധത്തിൽ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചു എന്ന വാർത്തയാണ് മാതൃഭൂമിയുടെ ഏറ്റവും മുകളിലായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഔദ്യോഗിക പക്ഷത്തിന് അതൃപ്തി, VS-നെതിരെ നടപടിയില്ല എന്ന വാർത്തയും മാതൃഭൂമിയുടെ ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു.
ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു എന്ന് 3 പേർക്ക് പരിക്കേറ്റു എന്ന വാർത്ത മാതൃഭൂമിയുടെ ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കോഴിക്കോട് പുതിയങ്ങാടിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. മരിച്ചയാളെ തിരിച്ചറിഞ്ഞിട്ടില്ല. പരിക്കേറ്റ 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ഒരാളെ ബേബി മെമ്മോറിയൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. എരഞ്ഞിക്കൽ കണ്ടംകുളങ്ങര മുല്ലമ്പള്ളി വീട്ടിൽ ബിജീഷ്, എരഞ്ഞിക്കൽ വീട്ടിൽ അക്ഷയ് എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഒരു മരണവാർത്ത മാതൃഭൂമി റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ന് കേരളത്തിലിറങ്ങിയ മലയാള മനോരമ TP ചന്ദ്രശേഖരൻ വധം നേരറിയാൻ CPM കേന്ദ്ര നേതൃത്വം നേരിട്ട് അന്വേഷിക്കും എന്ന ഒരു വാർത്തയാണ് മെയിൻ വാർത്തയായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പിണറായി വിജയൻ VS അച്യുതാനന്ദന്റെ 2 കൈകളും ബേക്കിലേക്ക് പിടിച്ചുവെച്ച് മറ്റൊരാളെ കൊണ്ട് വാളുകൊണ്ട് കുത്തുന്ന ഒരു കാർട്ടൂണാണ് മലയാള മനോരമ ആദ്യ പേജിൽ ഏറ്റവും മുകളിലായി പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. CPI പ്രവർത്തകന്റെ കൊലക്കേസ് വീണ്ടും അന്വേഷിക്കണമെന്ന് അമ്മ എന്ന ഒരു വാർത്തയും മലയാള മനോരമയുടെ ആദ്യ പേജിൽ റിപ്പോർട്ട് ചെയ്യുന്നു. കൊലക്കേസ് പ്രതിയായ ഇന്ത്യൻ മേജർ US-ൽ കുടുംബാംഗങ്ങളെ വെടിവെച്ചു കൊന്ന് ജീവനൊടുക്കി എന്ന് മറ്റൊരു റിപ്പോർട്ട് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു. കാശ്മീരി അഭിഭാഷകനെ വധിച്ച കേസിൽ ഇന്ത്യയിൽ അറസ്റ്റ് വാറന്റുള്ള മുൻ മേജർ അമേരിക്കയിൽ ഭാര്യയെയും കുട്ടികളെയും കൊലപ്പെടുത്തിയ ശേഷം വെടിവെച്ചു ജീവനൊടുക്കി. രാഷ്ട്രീയ റൈഫിൾസിൽ മേജറായിരുന്ന അവതാർ സിംഗ് ആണ് കാലിഫോർണിയയിലെ വീട്ടിൽ ഭാര്യയെയും 2 ആൺകുട്ടികളെയും വെടിവെച്ച് കൊന്നത്. വെടിയേറ്റ മറ്റൊരു മകൻ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലാണ്. കുടുംബാംഗങ്ങളെ കൊന്ന താൻ ജീവനൊടുക്കുകയാണെന്ന് പോലീസിൽ വിളിച്ചറിയിച്ചെങ്കിലും അവർ എത്തിയപ്പോഴേക്കും ദുരന്തം നടന്നിരുന്നു. അവസാനമായി KMIC വാർത്തകൾ. KMICയിൽ ഇന്ന് വഹാബ് സഖാഫിയുടെ പ്രഭാഷണം വൈകുന്നേരം 7 മണിക്ക് വഹാബ് സഖാഫിയുടെ പ്രഭാഷണം കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം തത്സമയം സംപ്രേഷണം ചെയ്യുമെന്ന് അഡ്മിൻ മുജീബ് CMR അറിയിച്ചു. ഇതോടെ KMIC ന്യൂസ് ടൈം സമാപിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജലീൽ മടവൂർ എന്ന ബൈലക്സ് ഐഡിയിലോ KMIC 786 എന്ന നിംബസ് ഐഡിയിലോ അറിയിക്കുക. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ നാളെ ഇന്ത്യൻ സമയം വൈകുന്നേരം 4 മണിക്ക് കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂമിൽ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.